10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഡി സെന്റർ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് പോയി കളക്ട് ചെയ്യാം എന്ന്. അതല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു സമയം നോക്കിയിട്ട് NISന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെയ്യുക, സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക, അത് കഴിഞ്ഞുള്ള ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. വേണ്ടവർ മാത്രം അതേപോലെ ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ NIOS 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള 10ാം ക്ലാസ് +2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് +2 ഈ ഒരു കോഴ്സുകൾ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ NIOS 2026 ഒക്ടോബർ ബാച്ചിലെ പരീക്ഷ നമുക്കറിയാം. ഇനി വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ബാച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ട്യൂഷൻ ക്ലാസ്സുകൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതത് സ്റ്റഡി സെന്ററുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും ഉണ്ട് അല്ലെ. NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ളത് +2 വിദ്യാർത്ഥികൾ മാത്രമല്ല 10ാം ക്ലാസ് വിദ്യാർത്ഥികളും ഉണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിലവിൽ NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ ആ ഒരു വിവരം നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നിലവിലെ +2 വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് സ്റ്റഡി സെന്ററിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ഈ ഒരു കോച്ചിങ് ക്ലാസ്സസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ NIOSൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കുട്ടികളും ഏതെങ്കിലുമൊക്കെ അക്കാദമി വഴിയായിരിക്കും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ പഠിക്കുന്ന ഒക്കെ ഏതെങ്കിലും അക്കാദമി വഴിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഈ പഠിച്ച സ്ഥാപനത്തെ കുറിച്ചായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക. അപ്പൊ അവിടെയല്ല നമ്മുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം NIOSൽ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നമുക്കൊരു ID കാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ആ ID കാർഡിലുള്ള ഏറ്റവും താഴെ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഒരു സ്കൂളിന്റെ പേരുണ്ട്. ആ സ്കൂളിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ ചിലർ വിചാരിക്കും എക്സാം സെന്ററിലാണെന്ന് വിചാരിക്കും. അവിടെയല്ല. ഈ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് NIOSൽ ID കാർഡിലുള്ള സെന്റർ ഏതാണോ അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ സർട്ടിഫിക്കറ്റ് വന്നു എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നമുക്കറിയാം കാസർഗോഡ്, കണ്ണൂർ അല്ലെ, ഇങ്ങനെയുള്ള പല ജില്ലകളിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേന് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് പോയി കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റഡി സെന്ററിലേക്ക് നിങ്ങൾ നേരെ പോകും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ സ്റ്റഡി സെന്ററിൽ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേനും കാസർഗോഡ്, കണ്ണൂര് ഇങ്ങനെയുള്ള ജില്ലകളിലേക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേരുന്നേ ഉള്ളൂ. അപ്പൊ അതിന് ചിലപ്പം ഒരു സമയം എടുത്തിരിക്കാം അല്ലെ. നമുക്കറിയാം ആദ്യം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്ന NIOS റീജിയണൽ സെന്ററിലാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റഡി സെന്ററുകളിലേക്കൊക്കെ ഇത് എന്ത് ചെയ്യുന്നത്, അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഓരോ സ്റ്റഡി സെന്ററുകളും സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേരാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം എടുക്കും. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ഇത് അറിയാതെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് സ്റ്റഡി സെന്ററിൽ ചെല്ലുന്നത്. അപ്പൊ വെറുതെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മുടെ NIOSന്റെ ID കാർഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റഡി സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു
സ്റ്റഡി സെന്റർ നമ്മൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ കോൺടാക്ട് നമ്പർ എടുത്ത് അങ്ങോട്ടേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കുക. എന്താ ചോദിക്കണ്ടേ? NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 വിദ്യാർത്ഥിയാണ് ഞാൻ. എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവര് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയും ഇന്ന സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് തരുന്നതായിരിക്കും എന്ന് പറയും. അപ്പൊ ആ സമയത്ത് വേണം നമ്മൾ പോകാനായിട്ട്. അതല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു സമയം നോക്കിയിട്ട് എനിക്ക് ഈ ടൈമേ പറ്റത്തുള്ളൂ എന്നാൽ ആ ടൈമിൽ ഞാൻ പോയേക്കാം, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവർ പറയുന്ന ടൈം എത്രയാണോ ആ സമയത്തിനുള്ളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് പോവേണ്ടത്. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? വിളിച്ച് ചോദിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്റ്റഡി സെന്ററിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോകാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അവിടെ മനസ്സിലാക്കുക, നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പാസ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. പാസ് ആയിട്ടുള്ള നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്ലസ് നമുക്ക് മൈഗ്രേഷൻ കം TC, അതായത് നമ്മുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? NISന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി സെന്റർ. ചില സ്റ്റഡി സെന്റർ എന്തായിരിക്കും ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ചിലപ്പോൾ ഒരു ലെറ്റർ ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ലെറ്റർ കാണിച്ചിരിക്കുക, അതായത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ നേരത്തെ ഇതായിരുന്നു, അപ്പൊ ഇപ്പൊ നിലവിൽ ഇത് ഒരു സ്റ്റഡി സെന്റർ എന്നൊക്കെ പറഞ്ഞൊരു ലെറ്റർ വന്നിട്ടുണ്ടാവാം അത് എക്സാമിന്റെ ആ ഒരു ടൈമിലൊക്കെ. അപ്പൊ ആ സ്റ്റഡി സെന്ററുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ചിലപ്പോൾ NISന്റെ നിലവിൽ ചില സ്റ്റഡി സെന്ററുകളൊക്കെ പൂട്ടി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പാസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പാസ് സർട്ടിഫിക്കറ്റും TCയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഈ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? നമ്മുടെ കയ്യിൽ നമ്മുടെ NIOSന്റെ ID കാർഡും പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ ആധാറും കയ്യിൽ ഉണ്ടായിരിക്കണം. ആധാർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 2 ഡോക്യുമെന്റുമായിട്ട് വേണം ഇങ്ങോട്ട് പോവാൻ, ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് പോവേണ്ടത്. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വേണം സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് പോവേണ്ടത്. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തോളുക. അതേപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഗ്രി കോഴ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഡിഗ്രി കോഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിഗ്രിയും നമ്മൾ എങ്ങനെയാണ് ഈ NIOS എങ്ങനെയാണോ 10ാം ക്ലാസ് +2 ഒക്കെ നമ്മൾ പാസ്സായത് അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ കരസ്ഥമാക്കും. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാനായിട്ടുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. വേണ്ടവർ മാത്രം. അതേപോലെ ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.